ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ചാർട്ടർ സ്കൂൾ എല്ലാവർക്കും അറിയാം. ചാർട്ടർ സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ്. കറക്റ്റ് 500 മീറ്റർ ആണ് നമുക്ക് ചാർട്ടർ സ്കൂളിൽ നിന്നും അതുപോലെ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ നിന്നൊക്കെ ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നടന്നാണെങ്കിൽ പോലും വളരെ എളുപ്പത്തിലെത്താവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങളാണെങ്കിലും സ്കൂളുകൾ, ഹോസ്പിറ്റൽസ് എല്ലാം അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് വരുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. വീടിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ 3.5 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിനടുത്തായിട്ടും എല്ലാ സൗകര്യങ്ങളുടെയും നടുവിലാണ് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ചാർട്ടർ സ്കൂളിലേക്ക് 500 മീറ്റർ, ഇൻഫോ പാർക്ക് കാക്കനാടേക്ക് നോക്കുവാണെങ്കിൽ 9 കിലോമീറ്റർ, കളമശ്ശേരി കുസാറ്റിലേക്ക് 10, ആലുവയിലേക്ക് 9, തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് 18, എയർപോർട്ടിലേക്കും അതേ ഡിസ്റ്റൻസ് ആണ്, 18 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എല്ലായിടത്തേക്കുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടി. നമുക്ക് ഇനി ഒന്ന് എലിവേഷൻ കണ്ടിട്ട് വരാം. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഡിസ്റ്റർബൻസ് സൗണ്ട് ഫീൽ ചെയ്യുന്നത്. ഭംഗിയായിട്ടുള്ള ബ്രിക്ക് മോഡൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബാൽക്കണിയുടെ പോർഷൻ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാലും നമ്മൾ നേരെ കയറി വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുള്ള ഒരു പോർച്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നല്ല സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പാഷ് ഏരിയ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടുമാണ് ഈ ഒരു പാഷ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ ആണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലും ഒക്കെ ഒട്ടിച്ചിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ കിച്ചണിന്റെ ഒക്കെ ഒരു പോർഷൻ ആണ്. വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം. ഇവിടെ ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലും നല്ല രീതിയിൽ തന്നെ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട്, ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നല്ല സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. 5 ചെയറുകളോളം പ്ലേസ് ചെയ്യാവുന്ന വളരെ നീളത്തിലുള്ള വൈഡ് ആയ ഒരു സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 12 അടി നീളവും 12 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിലെ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ നല്ല അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് റൂഫിലൊരു ഷാൻലിയറും അതിന് സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഭംഗിയുള്ള ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ TV യൂണിറ്റ് തൊട്ട് മുകളിലുള്ള ഈ ഒരു ഏരിയ എല്ലാം തന്നെ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ LED സ്ട്രിപ്പുകളുടെ നല്ല വർക്കുകളാണ് വരുന്നത്. അതുകൂടാതെ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ അവിടെയെല്ലാം പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വോൾ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. അവിടെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി പോകുന്ന വഴിക്ക് നോക്കുവാണെങ്കിൽ 3 വിൻഡോസും നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 11.5 അടി നീളവും 11 അടി വീതിയുമുള്ള വലിയൊരു ഡൈനിങ് ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. അതിന് താഴെയുള്ള ഭാഗത്തൊക്കെ ഇൻവെർട്ടർ വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഇവിടെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഭംഗിയായിട്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ അവിടെ വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷെൽഫുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും
ഏറ്റവും താഴെയൊക്കെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വിൻഡോസിന്റെ മിഡിലായിട്ട് 2 ഡോറുകൾ കിട്ടുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ പാഷ്യൂ ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് പാഷ്യൂ ഏരിയ. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാസ്തുപരമായി നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വുഡൻ ആണ്. താഴെയുള്ള ഭാഗങ്ങളൊക്കെ വൈറ്റ് കളറിലുള്ള പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് വരുന്നത്. പൈപ്പ് കണക്ഷനും സിങ്കും അവിടെ കാണാം. കൗണ്ടർ ടോപ്പ് പോർഷൻ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ്. കിച്ചൺ ക്യാബിനറ്റ്സിന് മാച്ച് ആയിട്ട് തന്നെയാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. മുകളിലും താഴെയും നിറയെ ക്യാബിനറ്റ്സ് ആണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്ന വേക്കൻ പോർഷൻ ഒക്കെ ആണെങ്കിലും പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഈ കൗണ്ടർ ടോപ്പിന്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെയും നിറയെ കബോർഡുകളാണ്. സോ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും എത്ര സാധനങ്ങൾ കിച്ചണിലുണ്ടെങ്കിലും സൂക്ഷിക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് വരുന്നുണ്ട്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസും കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡിലാണ് പെയിന്റ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട്. അതിന് കൂടി നമുക്ക് ബേ വിൻഡോ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വുഡൻ ഡിസൈനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കർവ് ഷേപ്പിൽ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരു മിറർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. ബാത്റൂം ടൈല് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു ബ്ലൂയിഷ് കോമ്പിനേഷനിലാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ ഹാള് കൊടുത്തിരിക്കുന്നത്. ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് സ്റ്റെയർ കേസ് മാത്രമാണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തും ഡോറിന്റെ പാറ്റേൺ സെയിം തന്നെയാണ്. 11 അടി നീളവും 10 അടി വീതിയുമുള്ള ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസ്, ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയുമാണ് വരുന്നത്. രണ്ടിന്റെയും മിഡിലായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വുഡൻ കളർ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് വർക്കുകൾ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ എല്ലാ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ജെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. വലിയ ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലേക്ക് മാറിയിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം കിട്ടുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് വരുന്ന ആ ഒരു ബാത്റൂമിന്റെ ഡോറും നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. നല്ലൊരു സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് വരുന്നത് ചെറിയുടെ തന്നെയാണ്. ബെഡ്റൂം കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഏരിയയാണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ്. ബാക്കിയുള്ള പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളി കാർബൺ ഷീറ്റ് ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അകത്തേക്ക് വരുന്ന സമയത്ത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇവിടെയും നമുക്ക് ഇതുപോലെ വലിയൊരു ഏരിയ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്.
ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും റീഡിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് നല്ലൊരു ഷെൽഫും ഇതുപോലെ ഒരു ടേബിൾ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടെയായിട്ട് വലിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ ഏരിയ ആണ്. നമുക്ക് ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കുറച്ചും കൂടി അടുത്തപ്പോൾ വിസിബിൾ ആണ്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് വളരെ അടുത്തായിട്ടാണ്. ചാർട്ടർ സ്കൂൾ എല്ലാവർക്കും അറിയാം. ചാർട്ടർ സ്കൂളും ഇന്ത്യൻ പബ്ലിക് സ്കൂളൊക്കെ വളരെ അടുത്താണ്. അവിടെ നിന്ന് വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിനൊക്കെ അടുത്തായിട്ടാണ്. ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ട് കിണർ വെള്ളം, കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ഒക്കെ വെച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 75 ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ്. 75 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ വീട് സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.